നഗരങ്ങൾ വളരുന്നു, കെട്ടിടങ്ങൾ ഉയരുന്നു, വഴികൾ വികസിക്കുന്നു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ കോഴിക്കോടും വലിയ വികസന കുതിപ്പിലാണ്. എന്നാൽ 4 അടി ഉയരത്തിൽ നിന്ന് ഈ നഗരത്തെ നോക്കിക്കാണുന്ന ഒരു ജനതയ്ക്ക് ഇതൊരു തടവറയാണ്. കോൺക്രീറ്റ് പടികളാലും അദൃശ്യമായ മതിലുകളാലും അവർക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ച നഗരം. മാറ്റങ്ങളുടെ വലിയ പ്രഖ്യാപനങ്ങളിലും ബാരിയർ ഫ്രീ മുദ്രാവാക്യങ്ങളിലും നമ്മൾ വിസ്മരിച്ചു പോയ ചില മുഖങ്ങളുണ്ട്. ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ ഒരു നിമിഷം നമുക്കൊന്ന് നിൽക്കാം. ചക്രക്കസേരയിലിരുന്ന് ഈ നഗരത്തെ ഒന്ന് തൊട്ടറിയാൻ ശ്രമിച്ച മനുഷ്യരുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക്. ചേളന്നൂരാണ് ഞാൻ താമസിക്കുന്നത്. BGC മംഗലോടി എന്ന സ്ഥലത്തുള്ള. ഞാൻ ഈ കച്ചസ് വെച്ചിട്ട് ബസ്സിലൊക്കെ കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഫുട്പാത്തിൽ എന്ന് പറഞ്ഞാൽ ഫുട്പാത്ത് മേലെ വീണ് 3 പ്രാവശ്യം വീണ് കാലൊക്കെ പൊട്ടിയ ആളാണ്. പിന്നെ ഭിന്നശേഷി സൗഹൃദം ആക്കാമെന്ന് പറഞ്ഞിന് അതിതുവരെ ആക്കിയിട്ടില്ല. ഓരോ ഓഫീസുകളിലും ഭിന്നശേഷി സൗഹൃദം ആക്കിയിട്ടില്ല. പിന്നെ പറഞ്ഞാൽ ബാത്റൂമൊന്നും ഭിന്നശേഷിക്കാർക്കായിട്ടൊരു കോമൺ ആയിട്ടുള്ളത്. എല്ലാ ബാത്റൂമൊന്നുമില്ല. ഭിന്നശേഷിക്കാർക്ക് ഈ ടൈലിട്ടതിൻ്റെ മുകളിൽ പോകുമ്പോൾ ഈ കച്ചസൊക്കെ വൈദ്യുതി വീഴുകയാണ്. കാല് വേഗം തട്ടിയാൽ അപ്പം പൊട്ടും. പോളിയോ ബാധിച്ച ആളാണ്. അപ്പം ഭിന്നശേഷി സൗഹൃദത്തിന് വേണ്ടിയിട്ട് എത്രയോ കാലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ആയിട്ടില്ല. ഓരോ ഓഫീസിലും ആയില്ല. ഓഫീസിലൊന്നും കയറി പോകുക പറഞ്ഞാൽ സ്റ്റെപ്പൊക്കെ കയറി പോകുക പറഞ്ഞാൽ പ്രയാസമാണ്. ലിഫ്റ്റൊന്നും വർക്ക് ചെയ്യുന്നില്ല. ചില സ്ഥലങ്ങളിലൊന്നും ഇവിടെ സിവിലൊന്നും മര്യാദയ്ക്ക് ലിഫ്റ്റൊന്നും വർക്ക് ചെയ്യുന്നില്ല. എനിക്കൊന്ന് ആശുപത്രിയിൽ പോകണം. നിങ്ങൾക്കത് 10 രൂപയുടെ ബസ് യാത്രയാകും. എന്നാൽ എനിക്കത് ആ തുകയിൽ ഒതുങ്ങില്ല. ബസ്സിൽ കയറാൻ കഴിയില്ല. ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റിൽ പോകാനാവില്ല. ഞങ്ങളുടെ യാത്രകൾക്ക് ഇരട്ടി വില നൽകണം. കാലിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ നടന്ന് പടികൾ കയറാം. ഇനി പടികൾ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ എസ്കലേറ്റർ ഉപയോഗിച്ച് മുകളിലെത്താം. ഇനി നിങ്ങൾ വീൽ ചെയർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കായി ലിഫ്റ്റ് സൗകര്യമുണ്ട്. എന്നാൽ ലിഫ്റ്റിന്റെ മുന്നിലേക്ക് എത്തുമ്പോഴുള്ള കാഴ്ച ഇതാണ്. ഒന്നിലധികം നിലകളുള്ള കെട്ടിടങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് എത്തുന്നതിനായി ലിഫ്റ്റ് സൗകര്യം ഒരുക്കണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. എന്നാൽ ഇന്നും പല കെട്ടിടങ്ങളിലും ലിഫ്റ്റ് സൗകര്യമില്ല. എന്നാൽ ലിഫ്റ്റ് സൗകര്യമുള്ള കെട്ടിടങ്ങളാവട്ടെ അവയുടെ അവസ്ഥ ഇതാണ്. ലിഫ്റ്റുകൾ പലപ്പോഴും പ്രവർത്തിക്കുന്നില്ല. പിന്നെ ഞാനൊരു വികലാംഗനാണ്. കോഴിക്കോട് സ്റ്റാൻഡിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇത്ര കാലമായി 35 കൊല്ലമായി കിടക്കുന്നത്. ഇവിടെ ബാത്റൂമിൽ പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടൊക്കെയാണ്. എന്നാലും ജീവിതമാർഗത്തിന് ഇവിടെ വന്ന് തൊഴിലെടുത്തിട്ട് ജീവിക്കുന്നു. ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടാൽ മൂത്രമൊഴിക്കാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇങ്ങോട്ട് പോകാനും വരാനും ബുദ്ധിമുട്ടാണ്. വീട്ടിൽ നിന്ന് മൂത്രമൊഴിച്ച് വന്നാൽ വൈകിട്ട് 4 മണിക്ക് വീട്ടിലെത്തിയിട്ട് மூத்திரொய்க்குள்ளு. இந்த பஸ் ஏறதுக்கு கொஞ்சம் கஷ்டம். யாரனா தூக்கி வைக்கணும். பஸ் ஏறதுக்கு தூக்கி வைக்கணும் இல்லையா? டாய்லெட் போகிறதுக்கு கொஞ்சம் கஷ்டம். பாத்ரூம் இல்லை பப்ளிக்கில். ஹோட்டலுக்கு போனால் சாப்பாடு சாப்பிட்றதுக்கு ஒரு ஆள் கொண்டாந்து தந்தால் சாப்பிட்லாம், இல்லையா? இல்லை. அது எனக்கு பிரச்சனை. ഈ കാണുന്ന ടൈലുകൾ നടക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈലുകളല്ല. ഇവയാണ് ടാക്ടൈൽ ടൈലുകൾ. കാഴ്ചാപരിമിതിയുള്ള വ്യക്തികൾക്ക് സുരക്ഷിതമായി അവരുപയോഗിക്കുന്ന വൈറ്റ് കെയിൻ സ്റ്റിക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അവരുടെ കാൽപാദങ്ങൾ കൊണ്ടോ സുരക്ഷിതമായി നടക്കാൻ വേണ്ടി സ്ഥാപിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ടാക്ടൈൽ ടൈലുകൾ. എന്നാൽ അധിക സ്ഥലങ്ങളിലും നമ്മളിത് കാണാറില്ല. ഇനി ഇവ സ്ഥാപിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഇവ യഥാർത്ഥത്തിൽ ശരിയായ രീതിയിലാണോ സ്ഥാപിച്ചിട്ടുള്ളത്? നമുക്ക് പരിശോധിക്കാം. കാഴ്ചയില്ലാത്തവർക്ക് ദിശ മനസ്സിലാക്കി നടക്കാൻ അടയാളങ്ങളുള്ള ലൈൻ ടൈലുകളും മുന്നിൽ അപകടമുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകാൻ കുമിളകളുള്ള ഡോട്ട് ടൈലുകളുമാണ് നടപ്പാതകളിൽ പതിക്കേണ്ടത്. എന്നാൽ നമ്മുടെ നടപ്പാതകളിൽ ഇവ കാണാറേയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിലുമായിരിക്കും. നടക്കാനൊക്കെ ഈ ഫുട്പാത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്താ സർക്കാരിനെ കൊണ്ട് കഴിയുന്നത് ഞങ്ങളൊക്കെ ചെയ്ത് തരിക.
പിന്നെ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങുമ്പോഴും ഒക്കെ ബുദ്ധിമുട്ടാണ്. ബാത്റൂമും ഒക്കെ സൗകര്യത്തിനും ബുദ്ധിമുട്ടുകളുണ്ട്. രണ്ടായിരത്തി 2016 RPWD ആക്ട് പ്രകാരം പൊതു ഇടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാകണം. എന്നാൽ നമ്മുടെ എത്ര സ്ഥലങ്ങൾ ഭിന്നശേഷി സൗഹൃദമാണ്? വീൽ ചെയർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വയം കയറാനും ഇറങ്ങാനും കഴിയുന്നതാവണം റാമ്പുകൾ. എന്നാൽ നമ്മുടെ എത്ര റാമ്പുകൾ അത്തരത്തിലാണ്? സുരക്ഷിതമായി വീൽ ചെയർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് കയറാനും ഇറങ്ങാനും കഴിയണമെങ്കിൽ ആ റാമ്പിൻ്റെ അനുപാതം 1:12 എന്നാകണം. അതായത് 1 മീറ്റർ ഉയരത്തിന് 12 മീറ്റർ ചെരിവെങ്കിലും വേണം. മറ്റൊരാളുടെ സഹായം കൂടാതെ കയറാനും ഇറങ്ങാനും വേണ്ടി നിർമ്മിച്ചതാണ് റാമ്പുകളെങ്കിൽ ഇന്ന് ഒരു ഭിന്നശേഷിക്കാരന് ഒരു റാമ്പ് ഉപയോഗിക്കണമെങ്കിൽ നിരവധി ആളുകളുടെ സഹായം ആവശ്യമാണ്. അതിന് കാരണമാകുന്നത് അശാസ്ത്രീയമായ നിർമ്മാണങ്ങളാണ്. ഇതിനെല്ലാം ഉത്തരവാദികൾ ആരാണ്? കയറിപ്പോകാനുള്ള പടിക്കെട്ടൊന്ന് പൊളിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് തന്നെ ശരിയാക്കും. പക്ഷേ പൊട്ടിപ്പൊളിഞ്ഞ റാമ്പുകൾ ആരും തിരിഞ്ഞു നോക്കാറില്ല. നിയമം ഭയന്നു കെട്ടി ഉയർത്തുന്ന കുത്തനെയുള്ള റാമ്പുകൾ ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്തവയാണ്. കൈവരികളില്ലാത്തതും വഴുതി വീഴുന്നതുമായ ഇത്തരം അശാസ്ത്രീയ ചെരിവുകൾ അവരെ പൊതു ഇടങ്ങളിൽ നിന്ന് വീണ്ടും മാറ്റി നിർത്തുന്നു. അപ്പോൾ ഈ 2018 SM സ്ട്രീറ്റിൽ ഒരു നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് ഒരു ആക്സിഡൻറ്റിൽ ലോഡിങ് വണ്ടീൻ്റെ മുകളിൽ കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ വീണ് നല്ല കാലിൻ്റെ എല്ലാം അങ്ങോട്ട് പൊട്ടി. അത് ഓപ്പറേഷൻ ചെയ്ത് ഒരു 5 വർഷം പോലെ ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വീണ്ടും എൻ്റെ ജോലിക്ക് SM സ്ട്രീറ്റിലേക്ക് ഞാൻ വന്നതിൻ്റെ ശേഷം ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ് ഈ വാക്കർ ഒഴിവാക്കി നടക്കരുതെന്നാണ് പറഞ്ഞത്. അതായത് വാക്കർ ഒഴിവാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ് പോയേക്കാണെങ്കിൽ വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ ഇപ്പോൾ പള്ളിയിലേക്ക് പോകാൻ, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാനൊക്കെ ലേശം ബുദ്ധിമുട്ടില്ല. അപ്പോൾ ബാത്റൂം നമ്മളെ കോഴിക്കോട് SM സ്ട്രീറ്റിൽ ബാത്റൂം മറ്റുള്ള ആളുകൾക്കൊക്കെ പോകാനുള്ള ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നെപ്പോലുള്ള ആളുകൾക്ക്, ഭിന്നശേഷിയായ ആളുകൾക്ക് അതിൻ്റെ അകത്തേക്ക് കയറാനും അവിടെ നമുക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നടത്താനുള്ളൊരു സൗകര്യം ആ ബാത്റൂമിലില്ല. തുറന്നു കിടക്കുന്ന ഓടകളും തടസ്സങ്ങളും നമ്മുടെ നടപ്പാതകളെ ഭിന്നശേഷിക്കാർക്കുള്ള മരണക്കെണിയാക്കുകയാണ്. RPWD ആക്ട് വിഭാവനം ചെയ്യുന്ന സുരക്ഷിതമായ പാതകൾ ആരുടെയും ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. ഈ ചതിക്കുഴികൾ നീക്കി അവരെ കൂടി ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് നമ്മുടെ തെരുവുകൾ ജനാധിപത്യപരമാകുന്നത്. നഗരം ഒരുപാട് മാറിയിട്ടുണ്ടാകാം, പക്ഷേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഇന്നും മാറ്റമില്ല. ഒരു ചെറിയ പടിക്കെട്ടിൽ പോലും ഞങ്ങളുടെ യാത്രകളും ആഗ്രഹങ്ങളും പലപ്പോഴും അവസാനിക്കുകയാണ്. എങ്കിലും പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. നാളുകളിലെങ്കിലും മറ്റൊരാളുടെ സഹായമില്ലാതെ എല്ലാവരെയും പോലെ സ്വതന്ത്രരായി ഈ നഗരത്തിലൂടെ ജീവിക്കാൻ കഴിയണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.